മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭാമാതാവ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തൃത്വത്തിൻ്റെ കൂട്ടായ്മയാണ് സഭയുടെ ഓരോ കുടുംബങ്ങളുടെയും കൂട്ടായ്മയായി നമ്മൾ കണക്കാക്കുന്നത്. പരിശുദ്ധ തൃത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നായിരിക്കണമെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന സുദിനം കൂടിയാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ 50 പേർ വിശുദ്ധ കുർബാനയ്ക്ക് അണയാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. പക്ഷേ നാട്ടിലും അതോടൊപ്പം തന്നെ മറ്റ് ഒരുപാട് സ്ഥലങ്ങളിലും വിശുദ്ധ കുർബാന ലഭിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും, രോഗികളെയും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരെയും നഴ്സുമാരെയും ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും എല്ലാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മെ തന്നെ പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് വളരാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിൽ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കം. ഈശോ
കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. വിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗം ഉപയോഗിച്ച് നിങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർത്തുകയും ചെയ്ത നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാനായി ഞങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റ് ആരും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരു അടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യവുമല്ല. എന്നാൽ ഇത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കേൾപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല, കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് 40-ലേറെ വയസ്സ് ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതീയരുടെ വിധി തേടാൻ മുതിരുമോ? വിശുദ്ധർ ലോകത്തെ
കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ? നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ന്യായമായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരർ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു, അതും വിജാതിയുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങൾക്ക് പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൻ ഫരിസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ഫരിസയൻ ഇത് കണ്ട് സുഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനി ആണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു, അരുൾ ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു
ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമിയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നിന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വൈകാരിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ കുർബാന പലപ്പോഴും രൂപയിൽ സ്വീകരിച്ച് ദിവ്യകാരുണ്യം നമ്മുടെ കൈകളിൽ സ്വീകരിക്കാനാവാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളേണ്ട ഒരവസ്ഥാവിശേഷത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വൈകാരികമായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ വിശ്വാസികൾക്കും അതോടൊപ്പം തന്നെ പുരോഹിതന്മാർക്കും മതത്തിൻ്റെ അധികാരികൾക്കും സർക്കാർ അധികാരികൾക്കുമൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാരികമായിട്ടുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ഏകദേശം 80 ദിവസങ്ങളിലായി നമ്മുടെ ഈ ഒരു സാധാരണ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥാവിശേഷത്തെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീ ഇതുപോലെ ഒരു വൈകാരികമായിട്ടുള്ള സമ്മർദ്ദത്തിലാണ് യേശുവിനെ കാണാൻ വരുന്നത്. അവളെ ഒരുപാട് പേർ വിധിക്കാനുണ്ടായിരുന്നു. ഒരുപാട് പേർ അവളെ നോക്കിക്കൊണ്ട് അവളുടെ പഴയ ജീവിത രീതികളെക്കുറിച്ച് കുറ്റം പറയാനും അതോടൊപ്പം തന്നെ അവളെ വിമർശിക്കാനുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളൊന്നും തന്നെ കാണാതെ, അവരെ ഒന്നും ശ്രദ്ധിക്കാതെ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൾ ആ വിരുന്നിൻ്റെ സ്ഥലത്തേക്ക് വരുന്നത്. വിരുന്നിൻ്റെ സമൃദ്ധിയൊന്നും അവൾക്ക് പ്രധാനപ്പെട്ടതല്ല, മറിച്ച് അവിടെ ക്രിസ്തു ഉണ്ടെന്നുള്ള ഒരു വലിയ ചിന്തയാണ് അവളെ അതിലേക്ക് നയിച്ചത്. അവൾ ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവന് വേണ്ടി അവളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള പരിചരണങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അവളുടെ കണ്ണീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുന്നുണ്ട്. അവളുടെ വേദനകളൊക്കെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നുണ്ട്. തലമുടി കൊണ്ട്, അവളുടെ മനോഹരമായ തലമുടി കൊണ്ട് അവൻ്റെ പൊടി പിടിച്ച കാലുകൾ തുടയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും അവളെ വിമർശിക്കുന്ന ഫരിസയരെയൊന്നും അവൾ കാണുന്നില്ല, മറിച്ച് അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ എൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കണം. തൻ്റെ പഴയ ജീവിത രീതികളൊക്കെ മാറ്റി ക്രിസ്തുവിലേക്കടുത്ത് ക്രിസ്തുവിൻ്റെ ജീവിത രീതി പിന്തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയ വ്യക്തിയായിട്ടാണ് പാപിനിയായ സ്ത്രീ പിന്നീട് തിരിച്ചു പോകുന്നത്. പിന്നീട് അവൾ പാപിനിയല്ല, മറിച്ച് പുണ്യവതിയായിട്ടാണ് തിരിച്ചു പോവുക. പക്ഷെ മറുവശത്ത് ഫരിസയൻ വലിയ താല്പര്യത്തോടു കൂടിയൊന്നുമല്ല ക്രിസ്തുവിനെ സ്വീകരിച്ചത്. ഫരിസയൻ ക്രിസ്തുവിനെ സ്വീകരിച്ചത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ സമൂഹത്തിലുള്ള അന്തസ്സ് മറ്റുള്ളവരെ കാണിക്കാൻ ദൈവപുത്രനായ ക്രിസ്തുവിനെ അവൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമൊന്നും അവൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെയാണ്
ക്രിസ്തു പറയുന്നത് പോലെ അവൻ്റെ കാലുകളൊന്നും അവൻ കഴുകിയില്ല. അവൻ്റെ ശിരസിൽ അവൻ വെള്ളം കൊണ്ട് കഴുകിയില്ല, സുഗന്ധതൈലം കൊണ്ട് അവനെ പൂശിയില്ല. അതൊക്കെ ആചാരമര്യാദകളാണെന്നിരിക്കെ ഫരിസയൻ അതൊന്നും കാണാതെ മറ്റുള്ളവരെ കാണിക്കാൻ അവൻ ക്രിസ്തുവിനെ ക്ഷണിച്ച് വിരുന്നിന് കൊണ്ടിരുത്തുന്നു. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവൻ പാപിനിയായ സ്ത്രീയിലാണ്. ഇവൻ എന്തുകൊണ്ടാണ് അവളെ മനസ്സിലാക്കാത്തത് എന്നാണ് അവൻ്റെ പരാതി. മറ്റുള്ളവരുടെ പാപങ്ങൾ മനസ്സിലാക്കി സ്വന്തം പാപങ്ങൾ മറന്നു പോകുന്ന ഫരിസയൻ. അവൻ്റെ കയ്യിൽ ഒരുപാട് പാപങ്ങളുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടികഷ്ണങ്ങളുണ്ട്. പക്ഷേ അവൻ്റെ തടികഷ്ണങ്ങൾ കാണാതെ ക്രിസ്തുവിനരികിലിരിക്കുന്ന പാപിനിയായ സ്ത്രീയെ വിമർശിക്കാനാണ് അവൻ കൂടുതൽ ശ്രദ്ധിച്ചത്. സ്വന്തം പാപത്തേക്കാൾ മറ്റുള്ളവരുടെ പാപങ്ങൾ വിധിക്കുന്ന ചില മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ് ഫരിസയൻ. ശിമിയോൻ സ്നേഹിച്ചത് ഒരിക്കലും ക്രിസ്തുവിനെയല്ല, മറിച്ച് ശിമിയോനെ പോലെയുള്ള മനുഷ്യരെയാണ്. പലപ്പോഴും നമ്മൾ പാർട്ടികൾ നടത്തുമ്പോൾ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള മനുഷ്യരെയാണ് വിളിക്കുക. നമ്മുടെ രീതികൾക്കനുസരിച്ച് നമ്മളുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ചില മനുഷ്യരെ വിളിക്കുന്ന മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ ശിമിയോനും വിളിച്ചു. അവൻ്റെ ചിന്താഗതികൾക്കനുസരിച്ച്, അവൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന കുറച്ച് മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെയും അവൻ ക്ഷണിക്കുന്നത്. അവനൊരിക്കലും ക്രിസ്തുവിനെ കണ്ടില്ല. ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മനസ്സ് കാണാത്തവനാണ് ശിമിയോൻ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു അവനോട് ചോദിക്കുന്നുണ്ട്, ഒരു കഥ പറഞ്ഞിട്ട്, ഉത്തമർണൻ്റെ കഥ പറഞ്ഞിട്ട് പറയുന്നു, ഇതിലാരാണ് അവനെ അധികം സ്നേഹിക്കുന്നത്? അപ്പോൾ അവൻ ഫരിസയൻ കൃത്യമായി തന്നെ ഉത്തരം പറയുന്നുണ്ട്. ആർക്കാണോ അവൻ കൂടുതൽ ഇളവ് ചെയ്തു കൊടുത്തത് അവനെയാണ് സ്നേഹിക്കുക. ഇപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, നീ ശരിയായി തന്നെ വിധിച്ചു. അവൻ്റെ വിധിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ക്രിസ്തുവിന് തോന്നിയിരുന്നു. തൻ്റെ മുമ്പിലായിരിക്കുന്ന പാപിനിയായ സ്ത്രീയെ നിശിതമായി വിമർശിച്ച ഫരിസയനെ തിരുത്താൻ ശ്രമിക്കുകയാണ് ക്രിസ്തു അവിടെ. നീ വിധിക്കുന്നത് കറക്റ്റാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് അവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. മുറിവേറ്റവരെ വിധിക്കാൻ പലപ്പോഴും നമുക്ക് അവകാശമില്ല. ക്രിസ്തുവിൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് മുറിവേറ്റവരുണ്ട്. ക്രിസ്തുവിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ആഗ്രഹത്തോടെ വരുന്നവരുണ്ട്, തീക്ഷ്ണതയോടെ വരുന്നവരുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കുറേ മുറിവേറ്റവരെ കണ്ടു. കൊറോണ ബാധിച്ചവരായ ലക്ഷക്കണക്കിന് മനുഷ്യർ, ക്വാറന്റൈനിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുറിവേറ്റ മനുഷ്യർ, അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന നഴ്സുമാർ, ഡോക്ടർമാർ. അങ്ങനെ ഈ അടുത്തിടെ കണ്ടു മാസ്കുകൾ വെച്ച് ഓരോ ദിവസവും അവരുടെ മൂക്കിൽ മാസ്ക് വെച്ച് അവിടെ മുറിവേറ്റ ചില നഴ്സുമാർ ഓരോ ദിവസവും കാലത്ത് മുതൽ വൈകിട്ട് വരെ ആ മാസ്ക് വെച്ച് ഉരഞ്ഞു പൊട്ടിയതാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേറ്റ ഒരുപാട് മനുഷ്യർ, അവരൊക്കെ മുറിവേറ്റവരാണ്. തൻ്റെ അപ്പനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 1500 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിപ്പോയ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചു. 100 കണക്കിന് കിലോമീറ്ററുകൾ നടന്ന് തങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് യാത്രയാവുന്ന ഒരുപാട് ഇന്ത്യയിലെ മനുഷ്യർ. ഇവരൊക്കെ ഒരു അർത്ഥത്തിൽ മുറിവേറ്റവരാണ്. ഈ മുറിവേറ്റവരെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഭാസ്വരമെന്ന് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ജി ശങ്കരപ്പക്കുറുപ്പ് എന്ന് പറയുന്ന കവിയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്, അമാലന്മാർ. ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ആ രാജ്യത്തെ സുന്ദരിയായ രാജ്ഞിയെയും പേറി ഒരു പല്ലക്കിൽ 4 അമാലന്മാർ അല്ലെങ്കിൽ ഭൃത്യന്മാർ യാത്രയാവുന്നു. കുറേ നാളുകൾ അവർ ഒരു ദൂരദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 4 പേരിൽ ഒരാൾ മരിക്കുകയും 3 പേർ മാത്രം അവശേഷിക്കുകയും ചെയ്തു. ഭൃത്യന്മാർ പരസ്പരം ആലോചിച്ചു, ഇനി എങ്ങനെ രാജ്ഞിയെ ചുമക്കും? ഇവരൊരിക്കലും ഈ രാജ്ഞിയെ കണ്ടിട്ട് പോലുമില്ല.
സംസാരിച്ചിട്ടുമില്ല. 3 പേരായി പല്ലക്ക് ചുമക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിലൊരുവൻ പറഞ്ഞു, നമുക്ക് രാജ്ഞിയോട് സംസാരിക്കാം. അങ്ങനെ പല്ലക്കിൻ്റെ കിളിവാതിലിലൂടെ അതിലൊരുവൻ അകത്തേക്ക് നോക്കുന്നു. അപ്പോൾ അവൻ കണ്ടത് മരിച്ചുപോയ രാജ്ഞിയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച് ആ ഭൗതിക അവശിഷ്ടം മാത്രമാണ് ആ മാലൻ കണ്ടത്. അവരറിയാതെ മരിച്ചുപോയ ഒരു രാജ്ഞിയെയാണ് ഇത്രയും ദിവസങ്ങൾ ചുമന്നുകൊണ്ടിരുന്നത്. കവി അവസാനം എഴുതി വയ്ക്കും, നിങ്ങളും അമാലന്മാർ തന്നെ. പലപ്പോഴും ഭൗതിക അവശിഷ്ടങ്ങൾ മാത്രം പേറിക്കൊണ്ട് ഉള്ളിൻ്റെ അന്തസത്ത പലപ്പോഴും ചോർന്നു പോയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. പേരിൽ മാത്രം ക്രിസ്ത്യാനികളും അതോടൊപ്പം തന്നെ ക്രിസ്തു ചോർന്നു പോയിട്ട്, ക്രിസ്തു മരിച്ചു പോയിട്ട് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ. ക്രിസ്തുവിൻ്റെ അന്തസത്ത നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിൻ്റെ ജീവിതത്തിൽ കൂടുതൽ മതാത്മകതയും ആത്മീയതയും ഒക്കെ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷെ മതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഗ്രഹിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. പേരിൽ മാത്രമുള്ള ചില ക്രിസ്ത്യാനികൾ നാട്ടിലെ ചില ബസ്സുകളുടെ മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട്, ക്രൈസ്റ്റ് ജീസസ്. ബസ്സിൻ്റെ പേരാണ് ക്രൈസ്റ്റ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടക്ടറോ അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്നവർക്കൊന്നും ആ ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവം പോലും ഉണ്ടാകില്ല. ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഉള്ളിൽ ക്രിസ്തുവില്ലാതെ യാത്ര ചെയ്യുന്നവർ. ഫരിസയൻ ഇതിൻ്റെ ഒരു പ്രതിനിധിയാണ്. ക്രിസ്തുവിനോട് യഥാർത്ഥമായ സ്നേഹമില്ലാതെ പലപ്പോഴും അവൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സ് മാത്രം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഫരിസയനെ ക്രിസ്തു യഥാർത്ഥത്തിൽ വിമർശിക്കുന്നുണ്ട്. നീയല്ല യഥാർത്ഥത്തിൽ വിധിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. മുറിവേറ്റവനെ തോളിൽ വഹിക്കുന്നവനാണ് കർത്താവ്. മതാത്മകത എന്ന് പറയുന്നത് ഉള്ളിലെ അന്തസത്ത ചോർന്നു പോകാതെ ക്രിസ്തുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, നീ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് ക്രിസ്തുവിനോട് അവിടുത്തെ മനുഷ്യർ പറഞ്ഞു പോകുന്നുണ്ട്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തില്ലേ എന്നത് വിശുദ്ധ കുർബാനയും ദൈവവചനം പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കൃത്യമായി പറഞ്ഞു പോകുന്നത്. ഒരേ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർ ഒരുമിച്ചായിരിക്കുന്നില്ല. തെരുവുകളിൽ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ വചനം പലപ്പോഴും നെഞ്ചിലേറ്റാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഏറ്റവും ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നു, എൻ്റെ ചുറ്റിലുമുള്ള ദരിദ്രന് ഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ വസ്ത്രമില്ലാത്തവൻ വസ്ത്രം കൊടുക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അടുത്ത് സ്വീകാര്യനെന്ന്. സ്വർഗരാജ്യം അവകാശമാക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരാണ്. ഒരുപാട് പ്രാർത്ഥനകളും ഇത്രയേറെ കുർബാനകളും ഒരുപാട് ധ്യാനങ്ങളുമൊക്കെ കൂടി ഞാൻ വലിയ ദൈവത്തിൻ്റെ സന്തത സഹചാരിയാണെന്ന് പറഞ്ഞുദ്ഘോഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ക്രിസ്തു പറയുന്നു, നിൻ്റെ ചുറ്റിലുമുള്ള സഹോദരനെ കാണാതെ ഇതുപോലെയുള്ള പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനകളിലും ധ്യാനങ്ങളിലുമൊക്കെ പങ്കെടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, നിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറന്തള്ളപ്പെടുന്ന അവസ്ഥകളുണ്ടാകുമെന്ന് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അംഗങ്ങളാകാൻ. എൻ്റെ ചുറ്റിലുമുള്ള മുറിവേറ്റവനെ മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ ജീവിതശൈലിയിലേക്ക് എൻ്റെ ജീവിതം ക്രമപ്പെടുത്താനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയിലും കൂടെ നിന്ന് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമ്മുടെ പുസ്തകത്തിലെ നാളിൽ തിരുനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ,
ഞങ്ങളുടെ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കുദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വർഷിക്കണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്യം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവെന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും
സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂപാതം സഹവാസവുമീ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചരക
തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നതെന്നുള്ള അവബോധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ദുഃഖങ്ങളും വേവലാതികളും അസ്വസ്ഥതകളും നമ്മുടെ പൊന്നുതമ്പുരാൻ്റെ കാൽക്കൽ വെച്ചുകൊണ്ട് അവനെ നമുക്ക് ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പാപിനിയായ സ്ത്രീയെ പോലെ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം ക്രിസ്തുവിൻ്റെ പാദാദികത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കവൻ്റെ സ്നേഹത്തിൽ വളരാനായി ശ്രമിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ
ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടി, ഞങ്ങളുടെ രൂപതകളിലെ അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി, പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി, പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടി, ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും, അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുള്ളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങയിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ അർപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രത്യുത്തരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരെ അനുകരിച്ച വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അണവരം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടിയും ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുകയും സഹോദരരെ മിശിഹായുടെ സ്നേഹത്തിൽ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുകയും.
ഔദന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവിലേക്ക് സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായിലെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായി അങ്ങയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിടോട് നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ നിനക്കറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ദൃഢഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുതല പതിച്ചിരിക്കുന്ന
അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലത്തെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സുഖരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. തുടർന്ന് ഒപ്പീസാണ്. നമ്മുടെ സമൂഹത്തിലെ സിബിച്ചൻ ആന്റണിയുടെ പിതാവ് ആന്റണി ചായന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്വ വലം ഭാഗേ കർത്താവെ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ ഖനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ എന്നേക്കുമാമേൻ. തെളിവായ എന്നുടെ നാഥാ, നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യൻ ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ഗുരുവത്സലരാം സ്നേഹരുമൊരു പോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയും നാഥ തിരുസന്നിധിയിൽ. കർത്താവേ, അഗാധന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന
കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ ദിവസത്തിൽ നിന്റെ ദാസൻ ആന്റണിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി ചായനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ